സിനിമയിൽ വില്ലന്മാരായി തിളങ്ങിയവർ യഥാർത്ഥ ജീവിതത്തിൽ പാവങ്ങളാണെന്ന് പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണ് പ്രേക്ഷകർ. എന്നാൽ ബാബുരാജിനെക്കുറിച്ച് അന്നും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുള്ളത് വില്ലൻ പരിവേഷത്തിന് വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. സോൾട്ട് ആൻഡ് പെപ്പർ എന്ന ചിത്രത്തിലൂടെ കരിയറിൽ വലിയ മാറ്റം സംഭവിച്ച ബാബുരാജിനെ തേടി അതിനുശേഷം മികച്ച കഥാപാത്രങ്ങളും എത്തിയിരുന്നു. എന്നാൽ ആ കുതിച്ചുകയറ്റം കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണിപ്പോൾ. 4 മക്കളും നടി വാണി വിശ്വനാഥും അടങ്ങുന്ന കുടുംബം വലിയ നാണക്കേടിലൂടെയാണ് കടന്നുപോകുന്നത്. ബാബുരാജിനെതിരെ ഉയർന്നുവരുന്ന ലൈംഗിക പീഡന പരാതി നിലനിൽക്കുകയില്ലെന്നും പരാതി വ്യാജമാണെന്നുമായിരുന്നു ഇതുവരെ പിടിച്ചു നിൽക്കാനായി പറഞ്ഞിരുന്നത്. എന്നാൽ അവസാന പ്രതീക്ഷയും ഇല്ലാതായിരിക്കുകയാണിപ്പോൾ. ബാബുരാജിനെതിരായ പീഡന പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. എന്നും വിവാദങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന കുടുംബമാണ് ഇവരുടേത്. നടന്റെ ആദ്യ വിവാഹവും പിന്നീട് വാണി വിശ്വനാഥിനെ വിവാഹം ചെയ്തതുമെല്ലാം ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോഴിതാ സിനിമയിൽ അവസരം തരാമെന്ന് പറഞ്ഞ് അടിമാലിയിലെ റിസോർട്ടിലും ആലുവയിലെ വീട്ടിലും കൊണ്ടുപോയി ബാബുരാജ് ബലാത്സംഗം ചെയ്തുവെന്ന യുവതിയുടെ ആരോപണത്തിൽ ബലാത്സംഗത്തിന് കേസെടുത്തിരിക്കുകയാണ് അടിമാലി പോലീസ്. യുവതി DIGക്ക് ഓൺലൈനായി നൽകിയ പരാതിയിലാണ് അടിമാലി പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഉപദ്രവിക്കപ്പെട്ടതിന്റെ പിറ്റേ ദിവസം മാത്രമാണ് തനിക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനായതെന്നും തനിക്ക് അറിയാവുന്ന മറ്റു പെൺകുട്ടികൾക്കും ബാബുരാജിൽ നിന്നും സമാന അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. യുവതിയുടെ മൊഴി ഓൺലൈനായി രേഖപ്പെടുത്തിയ ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈയൊരു ആരോപണം ഉയർന്നതോടെ നടന്റെ 2ാം ദാമ്പത്യവും തകർച്ചയിലെത്തിയിരിക്കുകയാണ്. ജീവിതത്തിലേക്ക് വാണി എത്തിയ ശേഷം നടന് മാറ്റം സംഭവിച്ചുവെന്നായിരുന്നു വാണി അടക്കമുള്ളവരുടെ വിശ്വാസം. എന്നാൽ ആ വിശ്വാസത്തിൽ വലിയ കരിനിഴലാണ് ഏറ്റത്. ചെന്നൈയിലെ വീട്ടിൽ വലിയ നിരാശയിലാണ് വാണി എന്നാണ് അടുത്ത സുഹൃത്തുക്കൾ വ്യക്തമാക്കുന്നത്. ഡിഗ്രി പഠനത്തിനു ശേഷം ബാബുരാജിന്റെ മൂന്നാറിലെ റിസോർട്ടിൽ റിസപ്ഷനിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു പരാതിക്കാരി. ബാബുരാജിന്റെ ജന്മദിന പാർട്ടി റിസോർട്ടിൽ നടന്നപ്പോഴാണ് അവർ അദ്ദേഹത്തെ പരിചയപ്പെട്ടത്. അഭിനയിക്കാനുള്ള യുവതിയുടെ താല്പര്യം മനസ്സിലാക്കി ബാബുരാജ് അവർക്ക് കൂദാശ എന്ന സിനിമയിൽ ചെറിയൊരു വേഷം നൽകിയിരുന്നു. പിന്നീട് പുതിയൊരു സിനിമയുടെ ചർച്ചയ്ക്കെന്ന് പറഞ്ഞ് 2019 ആലുവയിലെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് കേസിനാസ്പദമായ സംഭവം നടന്നതെന്നാണ് യുവതിയുടെ മൊഴി. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ ആസൂത്രിതമാണെന്നാണ് ബാബുരാജ് പറയുന്നത്. 2019 താൻ മൂന്നാറിലാണ് താമസമെന്നും ആലുവയിലെ വീട് മോശം അവസ്ഥയിലായിരുന്നുവെന്നും 2020 കോവിഡ് സമയത്താണ് ആ വീട് നന്നാക്കി അവിടെ താമസിക്കുന്നത്. അമ്മയുടെ അടുത്ത ജനറൽ സെക്രട്ടറി താനാകുമെന്ന് കരുതിയാണ് വെളിപ്പെടുത്തലെന്നാണ് ബാബുരാജ് പറഞ്ഞത്.